നായകന്റെ കേസ് അന്വേഷണത്തിനിടയിൽ അസാധാരണമായി കയറിവരുന്ന ഒരു സൂയിസൈഡ് കേസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ അതൊരു കൊലപാതകമാണെന്ന് അവന് മനസ്സിലാകുന്നു. പിന്നീട് പല പ്രതികളെയും ചോദ്യം ചെയ്യുന്നതിലൂടെ അതിന്റെ ചുരുളഴിഞ്ഞ് അവസാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കൊലയാളിയിലേക്ക് കഥയെത്തി നിൽക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റിയൊരു പടം. ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പ്രതീക്ഷയോടെ ഞാൻ കഥ പറഞ്ഞു തുടങ്ങാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റായി അറിയിക്കുക. നല്ല മഴയുള്ള രാത്രി ഈ ബംഗ്ലാവിനുള്ളിൽ ജയറാം എന്ന് പറഞ്ഞ ഒരാൾ എന്തോ ജോലി ആവശ്യത്തിനായിട്ട് വെളിയിൽ പോകാൻ തുടങ്ങുകയാണ്. ഭാര്യ അത് കണ്ടിട്ട് നിങ്ങൾ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുന്നു. അവനാണെങ്കിൽ അതൊന്നും കാണാത്ത മട്ടിൽ അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. അവക്കിത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവള് പറയും, ഇതെന്താണ് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളൊന്നും മിണ്ടാത്തത്? ഈ വീട്ടിലുള്ള ഫ്രിഡ്ജും ടി വി ഒക്കെ പോലെ ഒരു വസ്തു മാത്രമായിട്ടാണോ നിങ്ങൾ എന്നെ കാണുന്നത്? എത്ര നാളായി നിങ്ങൾ എന്നെ അവഗണിക്കുന്നു? ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം പോലും നീ നോക്കുന്നില്ല. എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടത്തുമില്ല എന്നിങ്ങനെ അവള് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു കാർഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറയും, ഇതെന്റെ ഫ്രണ്ടിന്റെ കാർഡാ, ആള് സൈക്കാട്രിസ്റ്റാ, നീ ഒന്ന് പോയി കാണുന്നത് വളരെ നന്നായിരിക്കും. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും അവളുടെ കിളി പിന്നെയും പോകും. ഞാനൊരു ഭ്രാന്തിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തരുന്ന ഞാനൊരു ഭ്രാന്തി തന്നെ അല്ലെങ്കിലും നീ എങ്ങോട്ടാ പോണേന്നൊക്കെ എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ആരുടെ കൂടെയാ? ഏതെങ്കിലും സിനിമ നടിമാരുടെ കൂടെയാണോ അതെയോ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൂടെയാണോ? 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആയിരിക്കും അല്ലേ? നീ ധൃതി വെച്ച് ആരുടെ കൂടെ കിടക്കാൻ വേണ്ടിയാ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ വേലക്കാരി ഒരു പാവ സ്ത്രീയാണെന്ന് തോന്നുന്നു. അവര് പറയും, എന്താ മോളെ, സാറിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്താ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവക്ക് ദേഷ്യം വന്നിട്ട് ആ സ്ത്രീയുടെ മുഖത്തടിക്കും. ഇത് കണ്ടുകൊണ്ട് നിന്ന സാറിന് ദേഷ്യം വരും. അയാൾ അവക്കിട്ട് വന്ന് പൊട്ടിക്കും. അതും കൂടെ ആകുമ്പോഴത്തേക്ക് അവൾ വീണ്ടും ഡെസ്പാവും. ഓ, നിങ്ങൾ എന്നെ തല്ലിയല്ലേ? വെറും ഒരു വേലക്കാരിക്ക് വേണ്ടി നിങ്ങൾ എന്നെ അടിച്ചല്ലേ എന്ന് പറഞ്ഞ് അവൾ അവളുടെ മുറിയിലേക്ക് കയറി പോവുകയാണ്. അയാൾ അയാളുടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് പുറത്തേക്കും. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് ജോലിക്കാരി സ്ത്രീ വന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞ് വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആ കുട്ടിയെയും എടുത്തോണ്ട് അവർ ആ സ്ത്രീയുടെ റൂമിലേക്ക് പോവുകയാണ്. അവരവിടെ ചെന്ന് മുട്ടിയിട്ടും വിളിച്ചിട്ടും ഒന്നും കതക് തുറക്കാതെ വന്നു കഴിഞ്ഞപ്പോ കതക് തുറക്കാൻ ശ്രമിക്കുമ്പോൾ കതക് പൂട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവർ പതിയെ കതക് തുറന്ന അവര് കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഈ വഴക്കിന്റെ കാരണമോ എന്തോ എന്നറിയില്ല, ആ സ്ത്രീ ആ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച ആ സ്ത്രീ ഉടനെ പോലീസിനെ വിളിക്കും. അങ്ങനെ ഒരു പോലീസ് കോൺസ്റ്റബിളും നായകനായ ഇൻസ്പെക്ടർ വിക്രമും അവിടെ വന്നിട്ടുണ്ട്. അവര് വന്നിട്ട് അവളുടെ ബോഡി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് മുകളിലത്തെ റൂമിലാണ് സാർ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും കൂട്ടി മുകളിലേക്ക് പോകും. അവനും ആ ബോഡി കിടക്കുന്ന കണ്ടിട്ട് ആ റൂം മുഴുവൻ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവിടെയെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ അവന് ചെറിയൊരു മുത്ത് കിട്ടും. അത് മാലയിൽ നിന്നോ കമ്മലിൽ നിന്നോ അടന്നു വീണ ഒരു മുത്ത് പോലെയുണ്ട്. അവൻ അതെടുത്ത് എവിഡൻസ് ബാഗിൽ ഇടുകയും ചെയ്യും. അങ്ങനെ വിക്രം ജോലിക്കാരിയുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവളുടെ മുഖത്ത് കർണത്തിന്റെ അടിച്ച ഒരു പാട് കാണുന്നത്. അത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് നടന്ന സംഭവങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞ് നിങ്ങൾ വെളിയിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ആ സംഭവത്തിന് ശേഷം അവൾ കിച്ചണിലായിരുന്നുവെന്നും കൊച്ചിന്റെ കരച്ചിൽ കേട്ടാണ് കൊച്ചിനെ എടുത്ത് ഇങ്ങോട്ട് വന്നത്, അങ്ങനെയാണ് ഇത് കണ്ടതെന്നും പറയും. അതൊക്കെ ശരി, ഇവളുടെ ഭർത്താവ് ജയറാം എവിടെ പോയതാണെന്ന് അറിയാമോ? സാർ എന്തോ ബിസിനസ് ആവശ്യമായിട്ട് ബോംബെയിൽ പോവുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സാറ് എയർപോർട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഹീറോ അവന്റെ നമ്പർ വാങ്ങിച്ച് ഡയൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. കോൺസ്റ്റബിളിനോട് പറയും, അയാൾ ഒരുപക്ഷെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കാണിക്കുന്നത്. താങ്കൾ എത്രയും വേഗം എയർപോർട്ടിൽ വിളിച്ച് അയാളെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. മാത്രമല്ല ഫോറൻസിക്കാരോടും ഇങ്ങോട്ട് വേഗം വരാൻ പറയും. അങ്ങനെ അയാൾ ഫോൺ ചെയ്ത് പറയുന്നതിനിടയിൽ സൂയിസൈഡ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വിക്രം പറയും, ഇതൊരു സൂയിസൈഡ് അല്ല രാംബാബു, ഇതാരോ കരുതി കൂട്ടി ചെയ്തൊരു കൊലപാതകമാണ്. അതുകൊണ്ട് വളരെ എമർജൻസി ആയിട്ട് സ്പോട്ടിലെത്താൻ അവരോട് ആവശ്യപ്പെടാൻ പറയും. ഇതിങ്ങനെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ജോലിക്കാരിയും ഈ പോലീസ് കോൺസ്റ്റബിളിനും ഒന്നും മനസ്സിലാകുന്നില്ല. ഇയാൾ എന്ത് വെച്ചിട്ടാണ് ഇത് കൊലപാതകമെന്നൊക്കെ പറയുന്നത്? ആർക്കറിയാം, നമുക്കും എന്തായാലും നോക്കാം. നായകനല്ലേ, അയാൾ എന്തായാലും ചുമ്മാ പറയില്ല. മരിച്ച ദിവ്യയ്ക്ക് ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരുമില്ല സാർ, അവളൊരു അനാഥയായിരുന്നു. ജയറാം സാറും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ സാറിന് ഒരു അനിയനുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജയറാമിന്റെ അനിയൻ ആദിത്യ എന്ന് പറഞ്ഞ ആളെയാണ് കാണിക്കുന്നത്. അയാൾ ഒരു തോക്കൊക്കെ പിടിച്ച് ഒരു പഴയ ബിൽഡിങ്ങിൽ ആരെയോ തപ്പി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അയാൾ അങ്ങനെ തോക്കും പിടിച്ച് പതുങ്ങി നീങ്ങുമ്പോഴാണ് പുറകിൽ നിന്നൊരാൾ വന്ന് അയാളുടെ തലയിൽ ഗണ്ണ് വെക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ പറയും, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നീ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ക്രിമിനൽസ് എല്ലാം നിന്റെ തലയിൽ ഓട്ട ഇടുമെന്ന് പറയും. ഇവനൊരു NIA ഏജന്റ് ട്രെയിനിയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ NIAയിൽ കയറുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഒരു ടെസ്റ്റ് ആയിരുന്നു ഇത്. അങ്ങനെ ദിവ്യ മരിച്ച കാര്യം ഇവനും അറിഞ്ഞിട്ട് അവനും വീട്ടിലേക്ക് വരികയാണ്. ഇവനും ഓടി വന്നിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോ നായകൻ ചോദിക്കും, നീയാണോ ആദിത്യ? നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഓഫീസിലായിരുന്നു എന്ന്. ഓഫീസിലോ? ഈ പാതിരാത്രിയിലോ? ഏത് ഓഫീസ്? അപ്പോഴാണ് അവനൊരു NIA ഏജന്റ് ആണെന്നുള്ള കാര്യം വിക്രമിനോട് പറയുന്നത്. അവൾ എന്തായിരിക്കും ഇങ്ങനെ ചെയ്തത്? ദിവ്യ ഒരിക്കലും സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റി ഇവൾക്ക് എന്നൊക്കെ ജോലിക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ വിക്രം പറയും, ഇതൊരു സൂയിസൈഡ് അല്ല, ഇതാരോ കരുതിക്കൂട്ടി കൊലപാതകം ചെയ്തേക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഏജന്റ് ചോദിക്കും, അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഉറപ്പിച്ച് പറയാനാകും? സൂയിസൈഡ് ആയിരുന്നെങ്കിൽ കഴുത്തിൽ കയറ് മുറുകെ ഉടനെ ബ്ലഡ് ബ്ലോക്കായി മുഖത്തിന്റെ
നിറം ചെറുതായി മാറിയേനെ. അങ്ങനെ മാറിയിട്ടില്ല. ഇനി അവൾ സ്റ്റൂൾ ഉപയോഗിച്ച് അതിൽ കയറി കയറ് കെട്ടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അവളുടെ കാലിനടിയിൽ ഒരു ചെറിയ മുറിവുണ്ട്. ആ മുറിവിലുണ്ടായിരുന്ന ബ്ലഡ് ആ സ്റ്റൂളിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ആ മറിഞ്ഞു കിടക്കുന്ന സ്റ്റൂളിൽ ആ ബ്ലഡ് ഇല്ല. അതുമല്ലെങ്കിൽ ഇവൾക്ക് സൂയിസൈഡ് ചെയ്യാൻ അവളുടെ സ്വന്തം ഷോള്, ബെഡ്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. എന്തിനാണ് കയറുപയോഗിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? അത് മാത്രമല്ല, അവളുടെ കഴുത്തിൽ ചെറിയ മുറിവുകളുണ്ട്. അതായത് കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇവൾ ചെറിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ കൊലപ്പെടുത്താൻ വന്നയാള് കൊലപാതകം കഴിഞ്ഞ ശേഷം ഒരു കയറുപയോഗിച്ച് ഫാനിൽ കെട്ടി ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചേക്കുന്നതാണ്. ഹീറോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിക്കാരി പറയും, സാർ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ജയറാം സാർ ഇവിടുന്ന് പോയിട്ട് തിരികെ വന്നിരുന്നു. അതിനുശേഷം അയാൾ മടങ്ങി പോവുകയും ചെയ്തു. ഹീറോ പറയും, ഈ റൂം വേഗം സീൽ ചെയ്തോ. ഇതിനുള്ളിലേക്ക് എന്റെ അനുവാദമില്ലാതെ ആരെയും കടത്തിവിടണ്ട. അങ്ങനെ ആ റൂമെല്ലാം സീൽ ചെയ്ത് അയാൾ താഴെ വരുമ്പോഴേക്കും പ്ലെയിൻ കയറാൻ വേണ്ടി പോയ ജയറാം തിരികെ വന്നിട്ടുണ്ട്. അയാളെ പോലീസ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അയാൾ പറയും, എന്തിനാണ് സാർ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? എനിക്ക് അത്യാവശ്യമായിട്ട് ബോംബെ വരെ പോകാനുള്ളതാണ്. ഞാൻ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവരെല്ലാം കൂടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താണ് സാർ കാര്യം എന്നൊക്കെ അയാൾ പറയുമ്പോൾ വിക്രം പറയും, നിങ്ങളുടെ ഭാര്യ സൂയിസൈഡ് ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറയും. അയാൾ പറയും, ഇല്ല, അവള് സൂയിസൈഡ് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. ഞാനിത് വിശ്വസിക്കില്ല. സൂയിസൈഡ് ചെയ്യാൻ മാത്രം അവൾ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല എന്ന് അയാൾ പറയുമ്പോൾ വിക്രം പറയും, ഓഹോ, സൂയിസൈഡ് അല്ല അല്ലേ? അത് ശരിയാ, സൂയിസൈഡ് അല്ല. അവളെ ആരോ കരുതി കൂട്ടി കൊന്ന ശേഷം സൂയിസൈഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാ. ചേച്ചി ഒന്നിങ്ങി വന്നിട്ട് കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം ഒന്നും കൂടെ എന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയും, ശരിയാണ് സാർ, ജയറാം സാർ വെളിയിൽ പോയിട്ട് തിരികെ വന്നായിരുന്നു എന്ന് പറയുമ്പോൾ ജയറാമും പറയും, സാറേ ഞാൻ തിരിച്ചു വന്നു എന്നുള്ളത് ശരി തന്നെയാ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ഇവിടെ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വേണ്ടി വന്നതാ. ഞാനൊരു 2 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. ലക്ഷ്മി നീ പറ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയും, സാറ് വന്നത് ഞാൻ കണ്ടു, പക്ഷേ സാറ് പോകുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയും. ഇപ്പൊ മനസ്സിലായില്ലേ? നീ അപ്പോ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തിരികെ വീട്ടിൽ വന്നു. മുറിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയായിട്ട് വീണ്ടും വഴക്കുണ്ടായി. ദേഷ്യം കയറിയ നീ അവളെ കൊന്ന് അതൊരു സൂയിസൈഡ് ആക്കി മാറ്റാൻ വേണ്ടി അവളെ കെട്ടിത്തൂക്കി. അതിനുശേഷം നീ കാറി കയറി പോവുകയും ചെയ്തു. ഇതല്ലേ ശരി എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇല്ല സാർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ വന്നു അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. നിങ്ങൾ എന്നെ സംശയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ 2 മിനിറ്റ് കൊണ്ട് എനിക്കിതെല്ലാം ചെയ്യാനുള്ള സമയമുണ്ടോ? സാറിന് സംശയമുണ്ടെങ്കിൽ നമുക്ക് CCTV നോക്കാം എന്ന് പറഞ്ഞ് അവർ CCTV ചെക്ക് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്. അവൻ വന്നു, ആ ഡോക്യുമെന്റ് എടുത്ത് അപ്പോൾ തന്നെ കാറിൽ കയറി പോവുകയും ചെയ്തു. 1-2 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ജയറാം പറയുന്നത് ശരിയായിരിക്കാം. വിക്രം ലക്ഷ്മിയോട് ചോദിക്കും, നിങ്ങൾ എത്ര മണിക്കാണ് ഈ ബോഡി കണ്ടത്? അവൾ പറയും, 2 മണിക്കാണ് സാർ ഞാൻ കണ്ടത്. കോൺസ്റ്റബിളോട് ചോദിക്കും, ഇവർ എത്ര മണിക്കാണ് നമ്മളെ വിളിച്ചത്? കോൺസ്റ്റബിൾ പറയും, ഇവര് നമ്മളെ 2:05-നാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് എവിടെയോ മിസ്സായിട്ടുണ്ട്. ബോഡി കണ്ട് പേടിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാനാണെങ്കിൽ 5 മിനിറ്റ് ക്യാപ്പിന്റെ ആവശ്യമില്ല. സോ നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് ഇവൾ ആരെയോ വിളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞോ, നീ ആരെയാണ് ഞങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് വിളിച്ചത്? അവള് പറയും, ഞാൻ ആരെയും വിളിച്ചില്ല സാർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞ് നീ ആരെയാ വിളിച്ചത്? അവള് പറയും, ഞാൻ ആരെ വിളിച്ചില്ല. ഹീറോ പറയും, ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആരെയെങ്കിലും ആയിരിക്കും. അതെങ്ങനെ നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു? നീ എന്തോ കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ട്, വേഗം പറഞ്ഞോ. അവൻ ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ അവള് പറയും, ശരിയാണ് സാർ, ഞാൻ നിങ്ങളെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ജയറാം സാറിനെയാണ് വിളിച്ചത്. ജയറാം സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ സാറാണ് എന്നോട് പോലീസിനെ അറിയിക്കാൻ പറഞ്ഞത്. അപ്പൊ അത് ശരി, താനിത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ആക്ടിംഗ് ആയിരുന്നു നിങ്ങൾ ഇവിടെ കിടന്ന്? അത് സാർ വേറൊന്നും കൊണ്ടല്ല, ഞാനും വൈഫും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല, എന്നും വഴക്കാണ്. അതും പോരാഞ്ഞിട്ട് ഇത് ഞാൻ അവളെ അടിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഞാൻ അടിച്ച വിഷമം കൊണ്ടെങ്ങാനുമാണ് അവൾ ഇത് ചെയ്തതെങ്കിൽ പോലീസ് അന്വേഷണം വന്നു കഴിയുമ്പോൾ എല്ലാം എന്റെ തലയിലാകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളോട് ആദ്യമേ പോലീസിനെ അറിയിച്ചിട്ട് ബാക്കിയുള്ളവരെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. വിക്രം അവിടുത്തെ ജോലിക്കാരിയോട് ചോദിക്കും, വെറും ഒരു സാധാരണ വീട്ടുജോലിക്കാരിയായ നിങ്ങൾ മുതലാളിക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് ഒക്കെ എടുക്കുവോ? അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമല്ലോ. ജയറാം തിരികെ വരുന്നത് കണ്ടു, വീട്ടിൽ നിന്ന് തിരികെ പോകുന്നത് നീ കണ്ടിട്ടില്ല. പോലീസിനോട് നീ ആദ്യമേ കള്ളം പറഞ്ഞു. ഇപ്പൊ വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചുകൊണ്ട് ജയറാമാണ് നിന്നെ വിളിച്ച് പോലീസിനോട് പറയാൻ പറഞ്ഞതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അവൾ അറിഞ്ഞതുകൊണ്ട് തമ്മിൽ വഴക്കായി. അവസാനം നിങ്ങൾ രണ്ടും കൂടി അവളെ കൊന്ന് കെട്ടിത്തൂക്കി. അതല്ലേ സത്യം എന്ന് ചോദിക്കുമ്പോ അവര്, അല്ല സാർ, അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. അതിലുള്ള ഒരു ലേഡിയും കൊച്ചും ആരാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ലക്ഷ്മി പറയും, അത് ജയറാം സാറിന്റെ ആദ്യത്തെ ഭാര്യയും കൊച്ചുമാണ്. അവരിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, അവരൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, അവർ മരിച്ചുപോയി, അവർക്ക് ജയറാം സാറിലുണ്ടായ കുട്ടിയാണത്, അവൻ മുകളിലത്തെ റൂമിലുണ്ടെന്ന് പറയുമ്പോൾ വിക്രം അവിടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവനൊരു പെൻസിലൊക്കെ എടുത്ത് എന്തോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. NIA-കാരൻ പറയും, പാവം സാർ, അവന്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. അവര് പോയതോടുകൂടി അവൻ ആകെ ഡിപ്രഷനിലായി. അവൻ ഈ മുറിക്ക് വെളിയിൽ വരാറേയില്ല. ഇങ്ങനെ എന്തെങ്കിലും പടമൊക്കെ വരച്ച് ഈ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങി കൂടുകയാണ് അവൻ. വിക്രം പറയും, നിങ്ങൾ അങ്ങോട്ട് വരണ്ട, ഞാൻ പോയി അവനോട് സംസാരിച്ചോളാം എന്ന് പറയും. അവൻ അടുത്ത് ചെല്ലുമ്പോൾ അവൻ വരയ്ക്കുന്ന പെൻസിലിന്റെ നിബ് ഒടിഞ്ഞു പോകും. പകരം ഹീറോ ഒരു പുതിയ പെൻസിൽ എടുത്ത് അവന്റെ നേരെ നീട്ടിയിട്ട്, അമ്മയുടെ പടം വളരെ നന്നായിട്ടുണ്ട്, അതിന് എന്റെ അമ്മേനെ നിങ്ങൾ അറിയുമോ? പിന്നെ അറിയും, അവരെപ്പോഴും നിന്റെ കാര്യം തന്നെയാ പറയാറ്, നീ വളരെ നല്ല കുട്ടിയാണ്, എല്ലാവർക്കും
അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാണ്. നിന്നെ പറ്റി പറയാൻ മാത്രമേ അവർക്ക് നേരമുള്ളൂ. ആണോ? അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ആ, ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിനെല്ലാം നീ കറക്റ്റായി മറുപടി പറയണം. നീ എല്ലാ ദിവസവും എപ്പോഴാണ് കിടന്നുറങ്ങുന്നത്? ഞാനൊരു 10 മണിയാകുമ്പോഴത്തേക്കും കിടക്കും. പക്ഷേ ഇന്ന് എനിക്ക് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ എടുത്ത് അമ്മേനെ വരച്ചുകൊണ്ടിരുന്നത്. അതെന്താ, നീ വല്ല പേടി സ്വപ്നവും കണ്ടോ? അതൊന്നുമല്ല. താഴത്തെ മുറിയിൽ നിന്ന് കുഞ്ഞാവയുടെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ അവിടെ പോയി നോക്കിയിട്ടും ആരെയും കണ്ടില്ല. അവന്റെ കരച്ചിൽ നിർത്തുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് കുറച്ചു നേരം ഞാൻ അവിടെ നോക്കി നിന്നിട്ട് തിരികെ കയറി പോന്നു. അവന്റെ കരച്ചിൽ കാരണം എന്റെ ഉറക്കവും പോയി. അങ്ങനെയാണ് ഞാനൊരു പേപ്പർ എടുത്ത് അമ്മയുടെ പടം വരച്ചുകൊണ്ടിരുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ വീണ്ടും കൺഫ്യൂഷനായി ജോലിക്കാരുടെ അടുത്ത് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നീ ഇങ്ങനെ നുണയ്ക്കു മേലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ തന്നെ ആയിരിക്കണം ആ കൊലപാതകം ചെയ്തത്. ഇങ്ങനെ പറയുമ്പോൾ അവള് പറയും, ഇല്ല സാർ, ഞാനല്ലാതെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നോളം വരെ ഇവിടുന്ന് പുറത്തു പോയിട്ടില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്? കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവൻ താഴെ ഇറങ്ങി വന്ന് നോക്കുമ്പോ നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെ പോയതായിരുന്നു? സാർ, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ വീട് വരെ പോയതാ. അപ്പോൾ തന്നെ തിരിച്ചു വരികയും ചെയ്തു. എനിക്കൊരു മോളുണ്ട്. അവൾ ഭക്ഷണം കഴിച്ചോ ഉറങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വീട് വരെ പോയതാ. ഞാൻ പോകുന്ന സമയത്ത് കുട്ടി ഉറങ്ങി കിടക്കുകയായിരുന്നു. ഒരുപക്ഷെ ഞാൻ വീട്ടിൽ പോയ സമയത്തായിരിക്കണം ആ കുട്ടി ഇറങ്ങി വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും എന്നെ കാണാത്തത്. ആ, അതൊക്കെ ശരി. ഞാൻ അതൊക്കെ നിന്റെ മോളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്നും പറഞ്ഞ് പോലീസ് കോൺസ്റ്റബിളിനെ വിട്ട് അവളുടെ മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറയും. അവൻ പറയും, നീ പേടിക്കൊന്നും വേണ്ട, അങ്കിൾ ആരെയും ഒന്നും ചെയ്യത്തില്ല. ഞാൻ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്താ മോളുടെ പേര്? മാനസ. എത്രയല്ല പഠിക്കുന്നേ? 9ലാ. ഞങ്ങളെല്ലാരും എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? ഇവിടുത്തെ ആന്റി ഇല്ലേ, അവര് മരിച്ചുപോയി. ഇത്രയും നേരം ചോദ്യം ചെയ്തതിൽ നിന്ന് മോളുടെ അമ്മയാകാനാണ് ചാൻസ്. തെളിവുകളെല്ലാം അവർക്ക് എതിരെയാണ്. ഞാൻ അമ്മേനെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, വേണ്ട സാർ, വേണ്ട. എന്റെ അമ്മ ഒരു പാവമാണ്. അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഓക്കെ, ശരി. നിന്റെ അമ്മയല്ല കൊല ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുവോ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്റെ അമ്മ ഒരു പാവമാണ്. അവരെ മാത്രം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോള് തന്നെയാണ് അത് ചെയ്തത് എന്ന് മോളുടെ വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട. ഇത് കേൾക്കുന്ന ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം ആകെ ഞെട്ടി. എന്താണിതിപ്പോ ഇങ്ങനെ ഒരു ടിസ്റ്റ്? ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ലക്ഷ്മി, എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല സാർ. നിങ്ങൾ എന്ത് തെളിവുണ്ടായിട്ടാണ് അവളാണ് കൊല ചെയ്തതെന്നൊക്കെ പറയുന്നത്? ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് അതെല്ലാം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുകയാണോ? അങ്ങനെ അവരെല്ലാം ആകെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് അവന്റെ കയ്യിലുള്ള ആ എവിഡൻസ് ബാഗ് അവൻ എടുക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ അവര് മരിച്ചു കിടക്കുന്ന മുറിയിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ കല്ലുണ്ട്. ആ കല്ല് ഈ കുട്ടിയുടെ കമ്മലുമായിട്ട് മാച്ച് ആകുന്നുണ്ട്. ആ ഒരു കല്ല് അടന്നു പോയ ഭാഗം അവളുടെ കമ്മലിൽ കാണാം. മാത്രമല്ല അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ആ മുറിവുകൾ ഈ കുട്ടിയുടെ കഴുത്തിലുമുണ്ട്. അവളുടെ നഖത്തിനിടയിൽ നിന്ന് മരിച്ച അവളുടെ സ്കിന്നിന്റെ എവിഡൻസും അവന് കിട്ടും. ഇനി നീ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മോള് തന്നെയാണത് ചെയ്തതെന്ന് അങ്ങ് സമ്മതിച്ചോ? ഇനി കുറ്റമേറ്റെടുത്ത് അമ്മയാണ് ജയിലിൽ പോകുന്നതെങ്കിൽ 16 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് മാത്രമല്ല, ചിലപ്പോൾ തൂക്കുകയറ് വരെ കിട്ടാം. നീ ഈ കുറ്റം സമ്മതിച്ച് നീ തന്നെ ജയിലിൽ പോവുകയാണെങ്കിൽ നീ ഒരു മൈനർ അല്ലേ? അതുകൊണ്ട് കൂടിപ്പോയ 2 വർഷം, അതിനുള്ളിൽ നീ വെളിയിൽ വരും. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ. ലക്ഷ്മി പറയും, എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല സാർ. ഞാനാണ് ആ കൊല ചെയ്തത്. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. എങ്ങനെയായാലും ഒരു കുഴപ്പമില്ല. ഈ കേസ് ക്ലോസ് ചെയ്താൽ മതി എനിക്ക്. രാംബാബു, അവരെ അറസ്റ്റ് ചെയ്തോളൂ. രാംബാബു ചെന്ന് അവരെ അറസ്റ്റ് ചെയ്താൻ തുടങ്ങുമ്പോ മോള് വന്നിട്ട് പറയും, സാർ, ആ കൊല ഞാൻ തന്നെയാണ് ചെയ്തത്. എന്റെ അമ്മേനെ വെറുതെ വിട്ടേക്കൂ. ഞാനെല്ലാം പറയാം. അമ്മ രാത്രിയിൽ വീട്ടിൽ വന്നപ്പോ ആ കുട്ടി കിടന്ന് കരയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ നോക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു. ഞാനിവിടെ വന്ന് കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മുകളിലത്തെ മുറിയിൽ നിന്ന് അവരമ്മേനെ വിളിക്കുന്ന സൗണ്ട് കേട്ടത്. ഞാൻ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഗ്ലാസ് എല്ലാം പൊട്ടിച്ചെതറി കിടപ്പുണ്ടായിരുന്നു. അമ്മ എന്ത് ചെയ്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ വീട്ടിലാണ്, എന്നെ ഇങ്ങോട്ട് അമ്മ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു. അതിന് അവരെന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമോ സാറിന്? നീയും കൊള്ളാം, നിന്റെ അമ്മയും കൊള്ളാം. നീയൊക്കെ പാഴ്ജന്മമായിട്ട് എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? നിനക്കൊക്കെ ആരുടെയും കൂടെ കിടക്കണമെങ്കിൽ അത് വേറെ ആരുടെയും കൂടെ പോയി കിടന്നുകൂടെ? എന്തിനാ എന്റെ കെട്ടിയവന്റെ അടുത്തേക്ക് വരുന്നത്? മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഈ ക്ലാസ് ഒക്കെ എടുത്ത് നേരെയാക്കി ഈ റൂമും ക്ലീൻ ചെയ്തിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക് എന്നും പറഞ്ഞ് അവരെന്നെ ചവിട്ടി സാർ. എനിക്ക് ആകെ ദേഷ്യം വന്നു. ഞാൻ അവരുടെ കഴുത്തിന് കയറി പിടിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. അങ്ങനെയാണ് എന്റെ കഴുത്തിലും അവരുടെ കഴുത്തിലും ആ മുറിവുണ്ടായത്. ഞാൻ അവരെ അതിശക്തിയായിട്ട് തള്ളിയപ്പോ അവര് ചെന്ന് ഭിത്തിയിലിടിച്ചു വീണു. കുറെ നേരം കഴിഞ്ഞിട്ടും അവർക്ക് ബോധം തിരികെ വന്നില്ല. അങ്ങനെ ഞാൻ അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അവര് മരിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ ഇതെല്ലാം ചെയ്തത്. ശരിക്കും അമ്മ ഒരു പാവമാണ് സാർ. അതെനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ കൊലപാതകം ചെയ്തെന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ വേറെ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. നിന്റെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ നിന്നോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ച് അവരെ കൊല്ലേണ്ട കാര്യം ഇല്ല. നിങ്ങൾ എന്തൊക്കെയോ വീണ്ടും മറയ്ക്കുന്നുണ്ട്. നിനക്കും ദിവ്യയ്ക്കും തമ്മിൽ എന്തെങ്കിലും പേഴ്സണലായിട്ട് വൈരാഗ്യമുണ്ടോ? എന്താണ് അതിന് കാരണമെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അവള് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൾ എപ്പോഴും അമ്മയുടെ അടുത്ത് അവളുടെ അച്ഛന്റെ കാര്യം ചോദിക്കും. അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ക്ലാസ്സില് എല്ലാരും ചേർന്ന് അവളെ കളിയാക്കി അവസാനം അച്ഛനില്ലാതെയാണ് അവൾ ഉണ്ടായെന്നുള്ള പേര് പറഞ്ഞ് അവളെ കളിയാക്കും. അങ്ങനെ കൂട്ടുകാരുടെ കളിയാക്കലും കൂടെ ആകുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവള് വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിക്കും,
ചോദിക്കും, ഞാൻ എത്രയോ തവണ അമ്മയോട് ചോദിച്ചു എന്റെ അച്ഛൻ ആരാണെന്ന്, ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് നിങ്ങൾക്ക് അറിയാമോ? അവളും വിചാരിക്കും കൊച്ചു വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് തന്നെ പേടിപ്പിക്കാൻ നോക്കുന്നതാ എന്ന് വിചാരിച്ച് അവളൊന്നും പറയത്തില്ല. പക്ഷേ മോള് സീരിയസ് ആയിരുന്നു. അവൾ അവിടെ ഇരുന്ന കത്തിയെടുത്ത് അവളുടെ കൈ കണ്ടിക്കും. അപ്പോഴാണ് അച്ഛന്റെ കാര്യത്തിൽ ഇവൾ ഇത്രയും സീരിയസ് ആയിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. അവളൊന്ന് മയങ്ങി എണീക്കുമ്പോ അവള് പറയും, നിന്റെ അച്ഛൻ വേറെ ആരുമല്ല, നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടിലെ സാറില്ലേ ജയറാം, അവരാണ് നിന്റെ അച്ഛൻ. അത് കേൾക്കുമ്പോൾ ഈ പാവം കുട്ടിക്ക് വളരെ സന്തോഷമാകും. കാരണം താൻ ഇനി തൊട്ട് അച്ഛനില്ലാത്ത കുട്ടിയല്ലല്ലോ, തനിക്കൊരു അച്ഛനുണ്ട്, അതും കാശുകാരനായ ഒരു അച്ഛൻ. അത്രയും നാള് മറ്റാരുടെയോ വീടായി കണ്ടിരുന്ന ആ വീട് അന്നു മുതൽ തന്റെ വീടായിട്ട് അവൾ കാണാൻ തുടങ്ങും. അവിടെ ഇരിക്കുന്ന ഫോട്ടോയിൽ അവളുടെയും അവളുടെ അമ്മയുടെയും അച്ഛന്റെയും ഫോട്ടോ അവൾ കാണും. കണ്ണാടിയിലും വളരെ സുന്ദരിയായ അവളുടെ രൂപം അവളുടെ കണ്ണുകളിൽ തെളിയും. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ചായ കൊണ്ടേ കൊടുക്കാൻ അമ്മയുടെ കയ്യിൽ നിന്നും ട്രേ മേടിച്ച് അവൾ ജയറാമിന് കൊടുക്കും. അന്നേരമാണ് ജയറാം അവളുടെ കയ്യിലെ ആ കെട്ട് കാണുന്നത്. അവൻ ലക്ഷ്മിയെ വിളിച്ചിട്ട് ചോദിക്കും, ഇവളുടെ കൈക്ക് എന്ത് പറ്റിയതാ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിച്ച് ലക്ഷ്മിനെ വഴക്ക് പറഞ്ഞ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പൈസ എടുത്ത് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കും. കൊച്ചിനപ്പോ വീണ്ടും സന്തോഷമാകും. ഓ, നമ്മുടെ അച്ഛൻ നമ്മളെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്, അച്ഛന് ശരിക്കും നമ്മളോട് സ്നേഹമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദിവ്യ മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ സ്റ്റെയറില് ഇവളുടെ അമ്മ നിൽക്കുകയാണ്. ദിവ്യ പറയും, എരുമ മാതിരി വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണോ, ഒന്ന് മാറി നിൽക്ക്, ഇവിടെ ആൾക്കാർക്ക് വഴി നടക്കണ്ടേ. ഇപ്പോ മാത്രമല്ല എപ്പോഴാണെങ്കിലും ഈ കുട്ടിയോടും അവളുടെ അമ്മയോടും ദിവ്യ വളരെ റഫായിട്ടാണ് ഇടപെട്ടിരുന്നത്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ മനസ്സിൽ ഇവരോട് ഇത്ര ദേഷ്യം വരാൻ കാരണം. അവള് പറയും, അന്ന് മുതലേ എനിക്ക് ഇവളെ കൊല്ലണം എന്നുണ്ടായിരുന്നു. ആ സ്ത്രീ ഞങ്ങൾക്കൊരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ല. ഏതോ ഭീകരജീവികളെ പോലെയാണ് ഞങ്ങളെ കണ്ടിരുന്നത്. അങ്ങനെ അവളെ കൊല്ലണം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ കൈകൊണ്ട് അവരെ കൊല്ലുകയും ചെയ്തു. എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് അവൾ പറയും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഫോറൻസിക്കാർ അവിടെയെല്ലാം വന്ന് പരിശോധന നടത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയാണ്. അവരെ കൊന്ന കുറ്റത്തിന് ലക്ഷ്മിയെയും മകളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴാണ് വീണ്ടും ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഡോക്ടർ അവരെ വിളിച്ചിട്ട് പറയും, അവളുടെ തലയിൽ ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ തലയിടിച്ച ഭാഗത്ത് രക്തം കട്ട പിടിക്കുമെന്നല്ലാതെ അതുകൊണ്ട് അവൾ മരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. അവളുടെ ബ്ലഡിൽ ഏതോ വിഷാംശമുള്ളതായി എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ടെസ്റ്റിന് അയക്കുകയാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ കൊലയാളി വളരെ ആസൂത്രിതമായി അവൾക്ക് വിഷം നൽകിയിട്ടുണ്ട്. അങ്ങനെയായിരിക്കണം അവൾ മരണപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ വിക്രമും നമ്മുടെ NIA ഏജന്റും വീണ്ടും ആകെ കൺഫ്യൂഷനിലാവുകയാണ്. ഏതാണ്ട് കേസ് തീർന്നു എന്ന് വിചാരിച്ചതാണ്. അന്നേരമാണ്ട് വീണ്ടും മറ്റൊരു ട്വിസ്റ്റ്. വിക്രം വീണ്ടും ക്രൈം നടന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ജയറാമും കുട്ടിയുമുണ്ട്. കേസൊക്കെ കഴിഞ്ഞില്ലേ, കൊല ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വീണ്ടും എന്തിനാണ് ഇവർ ഇങ്ങോട്ട് വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഹീറോ പറയും, നിങ്ങളുടെ ഭാര്യ സംഘർഷമുണ്ടായപ്പോൾ തലയ്ക്ക് പരിക്ക് പറ്റിയല്ല മരിച്ചത്, അവരെ ആരോ വിഷം നൽകി കൊന്നതാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടും. അവൻ പേടിച്ച് മുകളിലത്തെ നിലയിലേക്ക് ഓടുമ്പോൾ അവരും പുറകെ ഓടുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവൻ ആരും കാണാതിരിക്കാൻ വേണ്ടി ഒരു അലമാരിയുടെ ഇടയ്ക്കിലേക്ക് കയറി നിൽക്കുകയാണ്. എത്ര വിളിച്ചിട്ടും അവൻ പുറത്തും വരുന്നില്ല. അവൻ ആ അലമാരികളെല്ലാം തുറന്നു നോക്കുമ്പോൾ 2 ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഡോറ് പൂട്ടിയിരിക്കുകയാണ്. അത് തുറക്കാൻ ചാവി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജയറാം പറയും, സാർ അതിന്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല, അവന്റെ കളിപ്പാട്ടവും ഡ്രസ്സും ഒക്കെ അപ്പുറത്തെ 2 കള്ളികളിലായിട്ടാണ്. ഇപ്പറയുള്ള ഡോറിന്റെ ചാവി കളഞ്ഞു പോയതാണ്. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ചാവി വീണ്ടും ഉണ്ടാക്കാനോ അത് തുറക്കാനോ നോക്കിയിട്ടില്ല സാർ. നായകൻ ആ 3 ഡോറും തട്ടി നോക്കുമ്പോൾ 2 ഡോറിൽ വരുന്ന സൗണ്ട് പോലെയല്ല ആ തുറക്കാതിരിക്കുന്ന ഡോറിൽ വരുന്ന സൗണ്ട്. അവൻ പറയും, നിങ്ങൾ പറയുന്നത് ഇതിനകത്ത് ഒന്നും ഇല്ലെന്നല്ലേ, പക്ഷേ നിങ്ങളുടെ മകനെ ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ഈ അടച്ചിട്ടിരിക്കുന്ന കള്ളിക്കകത്താണ് ഉള്ളത്. ആ ഡോറ് തുറന്നാൽ എന്താണെന്ന് മനസ്സിലാകുകയും ചെയ്യും. നായകൻ ഗസ് ചെയ്ത് അവന്റെ അമ്മയുടെ ഫോട്ടോയുടെ പുറകിൽ നിന്ന് ആ ചാവി കണ്ടെത്തും. അത് തുറന്നു നോക്കി കഴിയുമ്പോൾ അവന്റെ അമ്മയുടെ പഴയ വസ്ത്രങ്ങളും ഫോട്ടോയും ഒക്കെ അതിനുള്ളിലുണ്ട്. കൂടാതെ അതിനുള്ളിൽ നിന്നൊരു ബോട്ടിലും കിട്ടും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവര് പറയും, ഞങ്ങൾക്ക് അറിയില്ല സാർ. അവൻ ആ ഡെപ്പി തുറന്ന് കുറച്ച് അതിന്റെ അടപ്പിലേക്ക് ഒഴിച്ചിട്ട് ജയറാമിനോട് കുടിക്കാൻ ആവശ്യപ്പെടും. ഇതെന്തിനാ സാർ ഞാൻ കുടിക്കുന്നത്? ആവശ്യമുണ്ട്, നീ കുടിക്ക്. ജയറാം അത് കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവന്റെ മകൻ ഓടി വന്ന് അത് തട്ടി താഴെയിടും. എടാ, നീ എന്തിനാണ് അത് തട്ടി താഴെയിട്ടെ? അയാൾ എത്ര ചോദിച്ചിട്ടും അവൻ ഒന്നും മിണ്ടുന്നില്ല. വിക്രം അയാളെ സമാധാനിപ്പിച്ചിട്ട് അവന്റെ അടുത്ത് പതിയെ ചോദിക്കും, നീ വളരെ നല്ല കുട്ടിയല്ലേ, അമ്മ എന്താണ് നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്? എല്ലാരോടും സത്യം മാത്രം പറയണമെന്നല്ലേ? ഈ ബോട്ടിലിനകത്ത് എന്താ ഉള്ളത്? അതിൽ മരണമാണുള്ളത്. ആ കുട്ടി കിടന്ന് കരഞ്ഞ സമയത്ത് ആ കരച്ചിൽ കേട്ട് ഇവൻ എണീക്കൂലോ. അങ്ങനെ ഇവൻ എഴുന്നേറ്റ് താഴെ ചെന്ന് നോക്കി കഴിയുമ്പോൾ കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ മുകളിൽ നിന്ന് ദിവ്യ, എടി ലക്ഷ്മി, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോവാ കുടിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളമാണ്. ഇത് കേട്ടിട്ട് അവൻ റൂമിൽ പോയി ആ ബോട്ടിലെടുത്ത് താഴെ ഇരുന്ന ജ്യൂസിൽ മിക്സ് ചെയ്ത് അവൾക്ക് കൊണ്ടേ കൊടുക്കും. അവൾ അത് കുടിക്കുന്നതിനിടയിലാണ് ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നത്. അവനെ അവന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നെങ്കിലും ജയറാമും അവന്റെ ഭാര്യയും തമ്മിൽ അത്ര സ്വറച്ചേർച്ചയായിരുന്നില്ല. അവൻ പണ്ട് തൊട്ടേ ഒരു പെൺകോന്തനാണ്. ഈ കാര്യം പറഞ്ഞ് വീട്ടിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദിവസം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവള് പറയും, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിന് പകരം ഒറ്റയടിക്ക് ഞാൻ തന്നെ അങ്ങ് ചത്തേക്കാം, ഞാൻ ഈ വിഷം കുടിച്ച് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കുടിക്കാൻ തുടങ്ങുമ്പോൾ ജയറാം ഓടിച്ചെന്നത് തട്ടിക്കളയും. അപ്പോഴാണ് ആ പയ്യൻ ആദ്യമായിട്ട് ആ വിഷക്കുപ്പി കാണുന്നത്. അവൻ
അവനത് ഭദ്രമായിട്ട് എടുത്ത് അലമാരിയിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. അവൻ അമ്മയോട് പറയും, അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്? എനിക്ക് അമ്മേനെ എത്ര ഇഷ്ടമാണെന്നറിയാവോ? അമ്മ മരിക്കൂന്ന് പറയുമ്പോൾ ഞാൻ എത്ര വിഷമിച്ചെന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ നിന്റെ അച്ഛനെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ, അയാൾ നല്ലവനാകാൻ വേണ്ടി പറഞ്ഞതാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അവളുടെ മൂക്കിൽ കൂടി രക്തം വരുന്നത് അവൾ ശ്രദ്ധിക്കും. അങ്ങനെ അവള് മരിച്ചു പോവുകയാണ്. അവള് മരിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൻ ദിവ്യേനെയും കെട്ടിക്കൊണ്ട് അങ്ങോട്ട് വരും. ഇതും കൂടെ കാണുമ്പോൾ ചെറുക്കന് വീണ്ടും ദേഷ്യം വരും. അവള് തന്റെ അമ്മേനെ പോലെ ഒരു നല്ലവളായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവള് ശരിക്കും ഒരു സൈക്കോയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അവൾ ഈ കൊച്ചിനെ ഉപദ്രവിക്കും. മാത്രമല്ല ആ കുഞ്ഞാവയുടെ അടുത്തേക്ക് പോകാൻ പോലും അവനെ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വഴക്കുണ്ടാക്കുന്നതിനിടയിൽ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അമ്മയുടെ ഫോട്ടോ അവൾ എറിഞ്ഞുടക്കുകയും കൂടെ ചെയ്യും. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അവന് ഇവളോടുള്ള ദേഷ്യം കൂടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവനൊരു അവസരം വീണ് കിട്ടുന്നത്. അവള് വെള്ളം ചോദിച്ചു കഴിയുമ്പോൾ അവൻ റൂമിൽ പോയി ആ ബോട്ടിലെടുത്ത് ജ്യൂസിന്റെ അകത്ത് മിക്സ് ചെയ്ത് അവക്ക് കൊണ്ടേ കൊടുക്കും. അവൾ അത് കുടിക്കുകയും ചെയ്യും. കോൺസ്റ്റബിൾ വന്ന് ചോദിക്കും, സാർ അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചിനെ എന്ത് ചെയ്യും? വേറെ എന്ത് ചെയ്യാനാ, റീഹാബിറ്റേഷൻ സെന്ററിലേക്ക് വിടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ സാർ ആ കുട്ടിയോട് അമ്മ സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ചോദിക്കുന്നത് കേട്ടു. അതെങ്ങനെ സാറിനറിയാം? അത് ഏതെങ്കിലും ഒരു അമ്മ അവന്റെ മകനോടോ മകളോടോ കള്ളം പറഞ്ഞ് ശീലിക്കണമെന്ന് പറഞ്ഞ് വളർത്തില്ലല്ലോ. കഥ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് കഥയുടെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദയവായി അത് കാണുക. താങ്ക്